Hi friends, welcome to my YouTube channel, Nancy's Cutie World. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ എങ്ങനെ മുട്ട ചിക്കി പൊരിച്ചത് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനും കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ചീര വെച്ചാണ് കേട്ടോ ഈ മുട്ട ചിക്കി പൊരിച്ചത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ചീരയിൽ ധാരാളം അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, അതേപോലെ തന്നെ വിറ്റാമിൻ കെ ഉണ്ട്, പിന്നെ ചെറിയ അളവിൽ വിറ്റാമിൻ ഇയും അതേപോലെ തന്നെ സി ഒക്കെ ഉണ്ട്. ഇത് കൊളസ്ട്രോൾ പേഷ്യൻസിനും ഷുഗർ പേഷ്യൻസിനും അതുപോലെ കോൺസ്റ്റിപ്പേഷനായിട്ടുള്ള ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിനായിട്ട് ഞാൻ 3 വലിയ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ മുട്ടയും പൊട്ടിച്ചൊഴിച്ച ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ചീരയുടെ ഇല 4 എടുത്തിരിക്കുന്നത്. ഈ ചീരയുടെ ഇല നല്ല നീളമുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10-12 ഒക്കെ ഇടാം. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അധികം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 എടുത്തത്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ചീര ഇട്ട് കൊടുക്കാം. 2 വലിയ പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കണേണ്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് 4 വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള കൂടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചു. ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന് ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ കൂട്ടിട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പരന്ന പാത്രത്തിൽ ഫ്രൈ ചെയ്യണേക്കൂടെ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കി എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയുടെയൊക്കെ വെള്ളമൊക്കെ ഡ്രൈ ആയി വരണം. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കണം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് ഡ്രൈ ആയി കിട്ടണം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.